ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോസില. കാലത്തിനൊത്തുള്ള മാറ്റങ്ങൾ വളരെ അനിവാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ഹീറോയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന എല്ലാ വണ്ടികളിലും ആ മാറ്റം അവർ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിസൾട്ടാണ് 2025 ലോഞ്ച് ചെയ്യുന്ന ഹീറോ ഡെസ്റ്റിനി 125. മറ്റ് 125cc വണ്ടികളായിട്ടുള്ള ആക്റ്റീവ, ജുപ്പിറ്റർ, ഫസീനോ, ആക്സസ് ഈ വണ്ടികളുടെയൊക്കെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു 125cc എഞ്ചിൻ ഉണ്ടായിട്ട് കൂടി ആ ഒരു സെഗ്മെൻറ്റിൽ വളരെ പുറകോട്ട് സെയിൽസിൽ നിന്നിരുന്നൊരു വണ്ടിയാണ് ഡെസ്റ്റിനി. അതിൻ്റെ ഒരു മെയിൻ റീസൺ തന്നെ ആ ഒരു വണ്ടിയുടെ ലുക്കും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഇല്ലായ്മ തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം മാറ്റം വരുത്തി ലുക്കിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ നല്ലൊരു പ്രീമിയം ക്ലാസ് ലുക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് പുതിയ ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 9 BHP പവറും 10.4 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു 125cc എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. i3s ടെക്നോളജി അടങ്ങി വരുന്ന ഈ ഒരു എഞ്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്വിക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഐഡിലായിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ ഓഫ് ആവുന്നതും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓട്ടോ സ്റ്റാർട്ട് ആവുന്ന സിസ്റ്റം വരുന്നുണ്ട്. പിന്നെയുള്ള ഒരു വൺ വേ ക്ലച്ച് സിസ്റ്റമാണ്. അത് ഈ ഒരു വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഏകദേശം 59 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഈ ഒരു വണ്ടിയിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ടെക്നോളജീസ് പല രീതിയിൽ പല പേരുകളിൽ മറ്റു വണ്ടികളിലെല്ലാം തന്നെ ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ ഹീറോ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. കൂടുതൽ സ്റ്റൈലിഷ് ആക്കാൻ സഹായിച്ചേക്കുന്ന കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയിൽ എച്ച് ഷേപ്പിൽ വരുന്നൊരു LED DRL കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഡയമണ്ട് കട്ട് അലോയ് വീൽസും പിന്നെ കോപ്പർ ഫിനിഷിങ്ങിൽ വരുന്ന നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനുള്ള മെറ്റൽ പാർട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിനെ കൂടുതൽ പ്രീമിയം ലുക്ക് കൊടുക്കുന്നത്. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാവുന്ന കുറച്ച് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇല്ലുമിനേറ്റഡ് എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ച്, വേറൊന്നുമല്ല നമ്മുടെ ആ സ്വിച്ചിൻ്റെ അവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും. അടുത്തതായി ഓട്ടോ ക്യാൻസൽ വിങ്കേഴ്സ്, അതൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് നമ്മൾ ടേൺ ചെയ്തതിന് ശേഷം നമ്മളായിട്ട് അത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആയിക്കോളും. അത് പൾസർ വണ്ടികളിലൊക്കെ ഇത് മുമ്പ് ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഈ ലൈറ്റൊക്കെ പൾസർ വണ്ടിയിലുള്ളതാണ്. എന്തായാലും ഈ ഒരു സ്കൂട്ടറിൻ്റെ കാര്യം വരുമ്പോഴാണ് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നത്. പിന്നുള്ളൊരു മെയിൻ സേഫ്റ്റി ഫീച്ചർ എന്താണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ വണ്ടി ഒന്ന് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ എഞ്ചിനിലേക്കുള്ള പവർ ഓട്ടോ കട്ട് ഓഫ് ആവും. അതൊരു വളരെ നല്ലൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിക്കവാറും. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി അവിടെ നിന്ന് തട്ടലും മുട്ടലൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൈ വിടാണ്ട് ഇങ്ങനെ ഫുൾ ത്രോട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കും. അത് ആ വണ്ടി കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം തടയാൻ പറ്റുവാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായിരിക്കണം അവർ മിക്കവാറും ഈ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെയുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ മറ്റു വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു LCD സ്പീഡോമീറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ SMS കോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. 10/10 നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് അവൈലബിൾ ആണ്. ഡെസ്റ്റിനി 125 ലോഞ്ച് ചെയ്തിരിക്കുന്ന 3 വേരിയൻറ്റുകളാണ് VX, ZX, ZX+. ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ കേസ് വരുമ്പോൾ ബേസ് വേരിയൻറ്റും സെമി വേരിയൻറ്റും വരുന്നത് സെമി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ടോപ്പ് വേരിയൻറ്റിന് മാത്രമാണ് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പല കളേഴ്സിലും വണ്ടി അവൈലബിൾ ആണ്. ഈ വണ്ടിയിൽ വരുന്ന എക്സ്-ഷോറൂം പ്രൈസ് എന്താണെന്ന് വെച്ചാൽ VX മോഡലിന് വരുന്നത് 80,450, മിഡ് വേരിയൻറ്റിന് വരുന്നത് 89,300, പിന്നെ ടോപ്പ് വേരിയൻറ്റിന് വരുന്നത് 90,300. അപ്പോൾ വണ്ടി ഷോറൂമിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.